ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്മിലേലി കണ്ടതുപോലെ തന്നെ കൊച്ചിയിലെ ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടായ ഐ ഡൽഹി കഫേയിലേക്ക് ഞാനും ശ്രീയും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ ഒരു 10:30 ആയപ്പോൾ തന്നെ ഇറങ്ങി. കാരണം ശ്രീ നാട്ടിൽ വന്നപ്പോൾ തൊട്ട് പറയുന്നുണ്ടായിരുന്നു അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം എന്ന്. അപ്പോൾ ഇന്നൊരു രാവിലെ എഴുന്നേറ്റ് ഒരു ബ്രേക്ക്ഫാസ്റ്റ് വീട്ടിൽ ഉണ്ടാക്കാതെ വന്നപ്പോഴത്തേക്കിന് വിചാരിച്ചു നേരെ അങ്ങോട്ട് തന്നെ പോകാമെന്ന്. അപ്പോൾ ഞാനതൊരു ലോങ് വീഡിയോ ആക്കാമെന്നും കരുതി. അപ്പോൾ നമ്മൾ സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. കൊച്ചിയിലുള്ള മിക്കവർക്കും അറിയാം, ഏറ്റവും ഫേവറേറ്റ് ആയ കൊച്ചിയിലുള്ളവരുടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ടും കൂടിയാണ്. ഇപ്പോൾ നമ്മൾ ചെന്ന ഉടനെ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളെല്ലാം എന്തൊക്കെയാണോ ഫുഡ് ഐറ്റംസ് വേണ്ടത് അതെല്ലാം നമ്മൾ ഓർഡർ കൊടുത്തതിന് ശേഷം നമ്മൾ അതാത് കൗണ്ടറിൽ അവർ തന്ന റെസിപ്റ്റും കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു അകത്ത്. ഇതാണ് കേട്ടോ അതിൻ്റെ ഇൻറ്റീരിയർ വരിക. കാണാത്തവർക്കായിട്ടാണ് കേട്ടോ ഇത് ഞാൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ബാംഗ്ലൂർ സ്റ്റൈലിൽ ഒരു റെസ്റ്റോറൻറ്റ് ഓപ്പൺ ചെയ്തത് ഇത് മാത്രമേ ഉള്ളൂ. കാരണം പുറത്ത് നമുക്ക് നിന്നുകൊണ്ടും ഫുഡ് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ബാംഗ്ലൂർ പോയി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. അവിടെ ഒരു എന്താ പറയുക, ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറിൽ എങ്ങനെയാണോ അവരുടെ ഒരു വേ ഓഫ് ഇത് സെൽഫ് സർവീസ് അത് തന്നെയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനി ഇഡലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു, സാമ്പാറിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള. അപ്പോൾ അതേപോലെ തന്നെ ഒനിയൻ ഊത്തപ്പം, പിന്നെ ഗീ റോസ്റ്റ്, അതുപോലെ തന്നെ ഞാനാണെന്നുണ്ടെങ്കിൽ ഒരു തട്ടിഡലി, പ്ലെയിൻ തട്ടിഡലി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ശ്രീ ഒരുപാട് ആഗ്രഹിച്ച് വന്നുകൊണ്ട് തന്നെ ഞാൻ ശ്രീയോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടെന്ന്. അപ്പോൾ ശ്രീ ആദ്യം തന്നെ പറഞ്ഞത് ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. കാരണം ശ്രീ കുറച്ച് വൃത്തിയുടെ അധികമായിട്ടുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ശ്രീക്ക് അതിൻ്റെ ക്ലീനായിട്ടുള്ളതും അത്രയും അത് ശ്രീക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റി. ഫുഡിൻ്റെ ടേസ്റ്റും ഒന്നും പറയാനുണ്ടായിരുന്നില്ല. നമ്മൾ ഇത്രയൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല എനിക്ക് ഇത്രയും കഴിക്കാൻ പറ്റുമെന്ന്. കാരണം ഒരു ഇതിലങ്ങ് ഓർഡർ ചെയ്തു. പക്ഷേ ശ്രീ ഉണ്ടായതുകൊണ്ട് എനിക്കൊരു വിശ്വാസമുണ്ട് ഞാൻ കഴിച്ചില്ലെങ്കിൽ ശ്രീ കഴിച്ച് തീർക്കും എന്നുള്ളത്. പക്ഷേ അതെല്ലാം ഞാൻ തന്നെ കഴിച്ച് തീർക്കുകയും ചെയ്തു. ഇത് കഴിച്ചതിന് ശേഷം സാധാരണ ഒരു ഗീ റോസ്റ്റൊക്കെ നമുക്ക് കഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു ക്ഷീണവും മന്ദതയൊക്കെ വരും. പക്ഷേ അതൊന്നും ഉണ്ടായില്ല. അവിടെ നിന്ന് കഴിച്ചിറങ്ങിയതിന് ശേഷം നമ്മൾ മറൈൻ ഡ്രൈവിൽ വന്നിട്ട് ഒരു അവിൽ മിൽക്ക് കുടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ശ്രീ ഉള്ള സമയത്ത് ഞങ്ങൾ നൈറ്റ് പോയി കുടിക്കുന്നത്. ഇപ്പം നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വരാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതും കൂടെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഐ ഡൽഹി കഫേയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പതുക്കെ, കാരണം അവിടെ നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ചർച്ച ചെയ്ത് പിന്നെ തിരിച്ച് നമ്മൾ നേരെ വീട്ടിലേക്കാണ് വന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. താങ്ക് യു.